ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളായ ഡോക്ടർ മൻമോഹൻ സിംഗ് വിട പറഞ്ഞിരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന വിശേഷണത്തിന് അർഹൻ കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ ഭരണകാലം 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടം എന്നുള്ളത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് വിധേയമായിട്ടുള്ള വർഷങ്ങളാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിലാണ് ടെലികോം മേഖലയിലടക്കമുള്ള വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് രാജ്യം സാക്ഷിയായത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ 2 ടേമിലെ ഭരണത്തെ വിലയിരുത്തുമ്പോൾ അതിലെ ഏറ്റവും സുപ്രധാനമായ ഞാൻ കാണുന്ന വിഷയം എന്നുള്ളത് അത് ഡോക്ടർ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടാണ്. ഡോക്ടർ രജീന്ദ്ര സച്ചാർ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായ മുസ്ലിങ്ങളുടെ സാമൂഹികാവസ്ഥ പഠിക്കാൻ വേണ്ടി ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ നിയോഗിക്കുകയും ആ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരികയും ആ റിപ്പോർട്ട് ലോകത്താകമാനമുള്ള ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ലോകത്താകമാനമുള്ള ജനങ്ങളെ, രാജ്യത്തെ തന്നെ പ്രബലമായ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ വ്യക്തമായി വരച്ചു കാണിച്ചു തരുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ രാജ്യത്തിന് എത്രത്തോളം എന്നതിന്റെ അളവുകോൽ പരിശോധിക്കുമ്പോൾ, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതിൽ ഏറ്റവും സുപ്രധാനമായ ചുവടുവെപ്പാണ് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് ഈ രാജ്യത്തെ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളായ ദലിത്, അതുപോലെ തന്നെ മറ്റു OBC വിഭാഗങ്ങളെക്കാൾ പിന്നോക്കമാണെന്ന് വ്യക്തമാക്കി തരുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത്. തുടർന്ന് ആ റിപ്പോർട്ട് സമർപ്പിച്ച സച്ചാർ കമ്മിറ്റി അതിൽ ചില ശുപാർശകൾ ചെയ്തിരുന്നു. ഈ രാജ്യത്ത് ഇതിനെ മുസ്ലിം സമുദായം മറികടക്കാൻ ആവശ്യമായ പദ്ധതികൾ ഉൾപ്പെടുന്ന, അവർക്ക് കൊടുക്കേണ്ട പാക്കേജുകൾ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾക്ക് മൻമോഹൻ സിംഗ് എന്ത് ചെയ്തു എന്നതിന്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത്. അത്തരത്തിൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് നടപ്പിലാക്കാൻ ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. 2014 വരെ നരേന്ദ്രമോദിയുടെ സർക്കാർ, BJPയുടെ നേതൃത്വത്തിലുള്ള, RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരുന്നത് വരെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പദ്ധതികൾ നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിനുശേഷമുണ്ടായ ഈ 10 വർഷം എന്നുള്ളത് 2024 എത്തി നിൽക്കുമ്പോൾ, രാജ്യം എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം, നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യം എന്നുള്ളത് ഈ രാജ്യത്തെ ഏറ്റവും പ്രബലമായ സമുദായമായ, ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾ അവരുടെ പൗരത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, രാജ്യത്തെ ഏത് തെരുവ് വീഥികളിൽ ഏത് സമയത്തും ആക്രമണത്തിന് ഇരയാകാൻ സാധ്യതയുള്ള അത്തരം നടപടികളിലൂടെ കടന്നു പോകുന്ന, ബുൾഡോസർ രാജിനെ നേരിടേണ്ടി വരുന്ന, കരിനിയമങ്ങളാൽ വേട്ടയാടപ്പെടുന്ന, ഈ രാജ്യത്തെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമുദായമായി ഇന്ന് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ഒരു 2005 രൂപീകരിച്ച രജീന്ദർ സച്ചാർ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ നടപടികളുടെയും പ്രാധാന്യം എത്രത്തോളം എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ 2024 തുടർന്ന് 2025 കടക്കുന്ന ഒരു സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രി എന്ന വിശേഷണത്തിന് അർഹനായ അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ പറ്റി പറയുമ്പോൾ അത് കേവലം
രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറം നമ്മൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ, സാമ്പത്തിക രംഗത്ത് ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ, ഇന്ത്യൻ സാമ്പത്തിക രംഗത്തേക്ക് കൃത്യമായിട്ടുള്ള സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തി എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എന്നും അദ്ദേഹത്തിന്റെ പദ്ധതികളിൽ, അദ്ദേഹം നടന്ന വഴികളിൽ, അദ്ദേഹം സഞ്ചരിച്ച യാത്രകളിൽ, അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ രാജ്യത്തെ കൊണ്ടുപോയത് എന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലോകത്തിന് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വിശിഷ്ട വ്യക്തികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ലോകരാജ്യങ്ങൾ വളരെയധികം ആകാംക്ഷയോടുകൂടി കേട്ടിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അവർ നൽകിയിരിക്കുന്ന പരിഗണനയും ആദരവും വ്യക്തമാക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് നമുക്ക് സംശയത്തിന് ഒരു ഇടവും നൽകാതെ കൃത്യമായിട്ട് പറയാൻ കഴിയുമെന്ന് തന്നെയാണ് മൻമോഹൻ സിംഗിനെ പറ്റി പറയുമ്പോൾ ആത്യന്തികമായിട്ട് പറയാൻ വരുന്ന വാക്കുകൾ എന്നുള്ളത്.